മൊബൈലിലെ ഹോം ബട്ടണിലെ ചില രഹസ്യ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പല ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇത് നിങ്ങളുടെ മൊബൈലിൽ സപ്പോർട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ പോലെ ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇവിടെ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓൺ ആകുമല്ലോ. ഇവിടെ ഇങ്ങനെ സർക്കിൾ ടു സെർച്ച് ഉണ്ട്. അതെല്ലാം മൊബൈലിൽ ഉണ്ടോ എന്നറിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിങ്ങനെ നമുക്ക് അത് എന്താണ് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ അതിന് പുറമെ ഇവിടെ എഴുതിയത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇത് നമ്മുടെ ഭാഷയിലേക്ക് എങ്ങനെ മാറ്റാം? ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ലാസ്റ്റിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യുക. കണ്ടോ, ഇത് കംപ്ലീറ്റ് മലയാളത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഭാഷ ഏതാണെങ്കിലും ഇവിടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതിയിട്ട് ഒരു ഏരോ മാർക്കും മലയാളം എന്ന് കാണാൻ സാധിക്കും. ആ മലയാളം എന്ന ഭാഗത്തൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. ഏത് ഭാഷ വേണമെങ്കിലും ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ചേഞ്ച് ചെയ്ത ഭാഷയിലേക്ക് നമുക്കത് മാറ്റാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്നത് ഏത് ഭാഷയും ആയിക്കോട്ടെ, നമ്മൾ ഏതാണ് ഭാഷ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ആ ഭാഷയിലേക്ക് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ഹോം ബട്ടൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇനി അതിന് പുറമെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഗൂഗിളിൽ കാണാൻ സാധിക്കും. ഇനി ഞാനിതൊക്കെ ഓഫ് ആക്കുകയാണ്. ഇപ്പോൾ ഒന്നും ഇവിടെ ഓൺ ആയിട്ടില്ല. പക്ഷേ നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ഐക്കൺ നടുവിൽ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് സോങ് വേണമെങ്കിലും ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് മൂളി കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ 2 വരി മൂളി കൊടുക്കുകയാണ്. നമുക്ക് നോക്കാലോ ആ ഒരു സോങ് വരുന്നുണ്ടോ എന്ന്. ഇതാ കണ്ടോ, സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു സോങ് നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് സോങ്ങും 2 വരി ഒന്ന് മൂളി കൊടുത്താൽ മതി. കൃത്യമായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആ സോങ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ ഈ ഒരു ഹോം ബട്ടണിലുണ്ട്. ഇനി മറ്റൊന്ന്, ഞാനിപ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. ഈ ഭാഗത്തുള്ള എഴുത്തുകളൊന്നും തന്നെ നമുക്കൊരിക്കലും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഹോം ബട്ടൺ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒരു വര വരച്ചാൽ മതി. ഇതുപോലെ ഒരു വര വരച്ചാൽ മതി. ഇത്രയും എനിക്ക് കോപ്പി ചെയ്യണ്ടു. കണ്ടോ, അവിടെ കോപ്പി എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഴുത്ത് അവിടെ നിന്നും നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ വാട്സാപ്പിൽ എൻ്റെ ഒരു സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുകയാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തു, എൻ്റെ ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്തു, അവിടെ ലോങ് പ്രസ് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. കണ്ടോ, ഞാൻ ആ സെറ്റിങ്സിൻ്റെ അകത്തുള്ള ടെക്സ്റ്റാണ് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത ഏത് ടെക്സ്റ്റും ഈ ഒരു ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഹോം ബട്ടണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ സപ്പോർട്ട് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.